ഹലോ, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റൈലെന്ന് പറയാൻ പറ്റത്തില്ല, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാൻ പോവാന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പൊതുവേ ഇങ്ങനെ ഹെയർ സ്റ്റൈലിങ്ങും ഹെയർ കേളിങ്ങും ഒന്നും ചെയ്യാറില്ല കേട്ടോ. കാരണം 3-4 വർഷം മുന്നേ അതും ഇതും എല്ലാം കളറും എല്ലാം വാരി തേച്ച് മര്യാദയ്ക്കുണ്ടായിരുന്ന ഒരു മുടി ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്തതാണ്. അത് കാരണം തന്നെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റും പരിപാടികളൊക്കെ മുടി ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ പേടിയാണ്. ഇന്നിപ്പം കുറേ മാസങ്ങൾ കൂടിയാണ് ഞാൻ ഈ സംഭവം ചെയ്യുന്നത് കേട്ടോ. കാരണം എൻ്റെ മുടി അത്രയ്ക്കും എനിക്കങ്ങ് ഭയങ്കര ഡ്രൈ ആവുമായിരുന്നു. സമ്മർ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തു സംഭവം. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോൻ എന്താണ് ചെയ്യുന്നത് നോക്കുകയാണ്. അവന് ഞാൻ കുറച്ച് ടി വി ടൈം കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ വരും എന്ന് പറഞ്ഞിട്ട് അവനോട് ഇങ്ങനെ പോന്നു. അപ്പോൾ ഈ 2 കവർ എടുത്തിട്ട് ഞാൻ അവൻ്റെ അടുത്തോട്ട് പോവാണ്. അവൻ്റെ അടുത്തോട്ട് ഞാൻ എന്തിനാ പോകുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ രണ്ടും കൂടെ ആവേശം കയറിയിട്ട് അവൻ്റെ അലമാരയിൽ നിന്ന് അവൻ്റെ ഉള്ള ഡ്രസ്സ് മൊത്തം നമ്മൾ രണ്ടും കൂടെ പിറക്കി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഇപ്പം കാണിച്ചു തരാം. നിങ്ങൾ ആരും ബോധം കെട്ടി വിടരുത്, പിടിച്ചു നിന്നോളൂ. യെസ്, അപ്പം ഇത്രയും കുറേ ഡ്രസ്സുകളുണ്ട് കേട്ടോ. അപ്പം ഇത് കുറേ അവൻ്റെ എനിക്ക് തോന്നുന്ന ഒരു കിൻഡർ ഗാർഡൻ തൊട്ടുള്ള കുറേ ഡ്രസ്സുണ്ട്. അപ്പം എനിക്കും അവനും ഇങ്ങനെ ഈ ഡ്രസ്സിനോടൊക്കെ ഒരു ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. അത് കാരണം തന്നെ ഈ ഡ്രസ്സുകളൊന്നും കളയാനും കൊടുക്കാനും ഒന്നും അവൻ സമ്മതിക്കാറില്ല. അപ്പം പിന്നെ അവസാനം ഞാൻ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് ഇവൻ്റെ എന്താ പറയുന്ന കബോർഡിലൊന്നും വെക്കാൻ സ്ഥലമില്ലാത്ത ഒരു അവസ്ഥയായി. ഒന്നും കയറുന്നുമില്ല. അങ്ങനെ അവൻ സമ്മതിച്ചു. ഓക്കെ, നമുക്ക് ഇത് ആർക്കെങ്കിലും ചാരിറ്റിക്ക് കൊടുക്കാന്നുള്ള അവൻ്റെ സമ്മതം കൂടെ മേടിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ അവൻ്റെ ഡ്രസ്സെല്ലാം കൂടെ സോർട്ട് ചെയ്ത് മാറ്റുവാണ്. ആ ഷർട്ടൊക്കെ നോക്കിയേ, എത്ര കുഞ്ഞതായെന്ന് നോക്കിയേ. എനിവേ, അപ്പൊ അവന് ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും രീതിയിൽ ഒരു ആക്ടിവിറ്റിയിലെങ്കിലും എൻഗേജ്ഡ് ആക്കി വെക്കുക എന്നുള്ളത് എനിക്ക് ഇപ്പം അവധിക്ക് ഉള്ളൊരു നിർബന്ധമാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റി ഇതാണ്, അവന്റെ തുണികളെല്ലാം സോർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പം എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ പിള്ളേരെ കൂടുതൽ ഓരോ കാര്യത്തിൽ ഇൻവോൾവ് ആക്കി വെക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നടക്കും. പക്ഷെ അവനെയും കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യിക്കുമ്പം അവരുടെ ഒരു ഇൻവോൾവ്മെന്റും ആയി, അവർക്ക് സന്തോഷമായി. അങ്ങനെ അങ്ങനെ നമ്മൾ ഇങ്ങനെ സെറ്റായിട്ട് പോയി. പിന്നെ ഇടയ്ക്ക് ചിലപ്പം അടിപിടിയൊക്കെ ഉണ്ടാവും, എങ്കിലും അത് സാരമില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, എനിവേ ഞങ്ങൾ പോകുന്ന എവിടെയാന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ഒരു ത്രിഫ്റ്റ് സ്റ്റോർ ഉണ്ട്. നിങ്ങൾ എൻ്റെ മുന്നത്തെ വ്ളോഗ്സ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സ്വീറ്റ് റിപ്പീറ്റ് ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്ന ത്രിഫ്റ്റ് സ്റ്റോർ. അപ്പോൾ അവിടെ പോയി നമ്മൾ ഈ ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ അലക്കി വെച്ചേക്കുന്ന ഡ്രസ്സുകളാണ്. അപ്പം നമ്മളത് മടക്കി എടുത്തുകൊണ്ട് കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു അവർ അവിടെ ത്രിഫ്റ്റ് സ്റ്റോറിൽ പിന്നെ അവർ ഒന്നുകൂടെ അലക്കി എല്ലാം സോർട്ട് ചെയ്ത് അവർ അതിൻ്റെ വിലയൊക്കെ ഇട്ട് അവരവിടെ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എനിക്ക് തോന്നുന്നു അവരും എന്തെങ്കിലും ചാരിറ്റിക്കൊക്കെ വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. എനിവേ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം എൻ്റെ കുറച്ച് ഡ്രസ്സ് ഞാൻ ഇവിടെ കൊണ്ടുപോയി കൊടുത്തായിരുന്നു. കുച്ചുവിൻ്റെ ഡ്രസ്സുകൾ ഞാനും കൊടുത്തിട്ടില്ല, കുച്ചു കൊടുക്കാൻ സമ്മതിക്കാറില്ല. എനിക്ക് എൻ്റെ ഡ്രസ്സിനെക്കാളും സത്യം പറഞ്ഞാൽ അറ്റാച്ച്മെൻ്റ് ആണ് അവൻ്റെ ഡ്രസ്സിനോട്. അവൻ്റെ ഈ കുഞ്ഞിലത്തെ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അവനിപ്പോൾ 1 വയസ്സ് 2 വയസ്സ് അങ്ങനത്തെയൊക്കെയുള്ള ഡ്രസ്സുകളാണ് എനിക്ക് ഒന്നുകൂടെ ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു 5-6 ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ ഒരിക്കലും ആർക്കും കൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വന്നപ്പോൾ ഈ ഒരു മാല കണ്ടപ്പോഴത്തേനും എൻ്റെ കണ്ണങ്ങ് മഞ്ഞളിച്ചു പോയി. പിന്നെ ഒരു മാലയും കൂടെ കണ്ടപ്പം ഈ ഒരു മാലയും കൂടെ കണ്ടപ്പോൾ ഈ 2 മാല ത്രിഫ്റ്റ് സ്റ്റോറിൽ വരുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു വിലക്കുറവായിരിക്കും. എന്തായാലും ആ 2 മാലയും ഞാൻ എടുത്തു. അപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ അവിടെ കൊടുത്തു. എന്നിട്ട് ഞാൻ എന്തോ പറയുന്നുണ്ട് ഇവിടെ. എൻ്റെ മുടി രാവിലെ ഞാൻ സ്ട്രെയിറ്റൻ ചെയ്തെങ്കിലും ഇവന് മറ്റേ പാവകളുടെയൊക്കെ മുടി പോലെ ആയിട്ടുണ്ട് എൻ്റെ മുടി. ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം നല്ല രസമുണ്ട്. ഐ ലൈക്ക് ദിസ് പ്ലേസ് എ ലോട്ട്. അവിടെ ഒരു പഴയ ഒരു ഓൾഡ് കെട്ടിടം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ പറഞ്ഞൊരു ഓൾഡ് ബിൽഡിംഗ് കണ്ടില്ലേ? ഇത് ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ടൗണൊന്നും അല്ല. ഇതൊരു പഴയ ഓൾഡ് ചെറിയൊരു ഓൾഡ് ബറോ ഒക്കെ പോലത്തെ സ്ഥലമാണ്. ഈ ഒരു ടൗണിൽ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള ഇങ്ങനെ ഒത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. കുറേ ഇങ്ങനെ ഭയങ്കര വലിയ വീടുകളൊന്നും അല്ല, എങ്കിലും കുറച്ച് പഴയ വീടുകളാണ്. പഴയ വീടുകളും കുറേ പഴയ ആൾക്കാരും. പക്ഷേ എന്തോ എനിക്കിവിടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് വീട്ടിൽ പോയിട്ട് $5 വാവ കൂപ്പൺ എടുത്തിട്ട് വന്നാലോ? കൂപ്പാൻ. അപ്പം എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ കുച്ചുവിൻ്റെ കാറ്റഗിസം പഠിപ്പിച്ച സമയത്ത് ഒരു അപ്രീസിയേഷൻ പോലെ ഇയർ എൻഡ് ആയപ്പോൾ അവർ എനിക്കൊരു കാർഡ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു വാവ കാർഡ്. അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞോന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഓർത്തു ഐ ഡോണ്ട് നോ, ലെറ്റ് us check. അപ്പോൾ ആ കാർഡുമായിട്ട് ജസ്റ്റ് വാവ വരെ ഒന്ന് പോയിട്ട് കുച്ചു മോളിൽ പോയിട്ട് കാർഡ് എടുത്തിട്ട് വരാവടാ. ചിലപ്പോൾ ഒന്ന് പോയിട്ട് വാ പ്ലീസ് കുച്ചി. Can you do? Okay, fine.
വാവയിൽ എന്താ ഉള്ളതെന്ന് കഴിക്കാൻ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ ഉള്ളതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഈ കാർഡ് ഞാൻ പലപ്പോഴും ഓർക്കും പുറത്തിറങ്ങുമ്പോൾ അത് എടുക്കണമെന്ന്, പക്ഷെ മറന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്തേക്കാം. അല്ലെ പിന്നെ അത് പിന്നെ ഇപ്പം തന്നെ അതിൻ്റെ വല്ല എക്സ്പയറി ഒക്കെ ആയോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞു കുച്ചു വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് കുച്ചു ഇറങ്ങി വന്നു. കുച്ചു ഇട്ട ഡ്രസ്സ് ഒരു ഭയങ്കര വാം ഡ്രസ്സ്, പൊടി പോലത്തെ ഡ്രസ്സായിരുന്നു. അവന് ഭയങ്കര ചൂട് എടുക്കുമായിരുന്നു. അപ്പോൾ അവൻ ഡ്രസ്സ് മാറാനായിട്ട് ഇറങ്ങി വന്നു. അപ്പം ഞങ്ങൾ വീണ്ടും ഒന്നുകൂടെ പോവാണ്. യുനോ എവിടെ വാവയുള്ളതെന്ന് അറിയോ ചോദിച്ചു. വാവ ഷോപ്പ് നിയർ ബൈ വാവ എവിടെയുള്ളതെന്ന് നോക്കട്ടെ. ഞാൻ ഈ വാവ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ എന്തോ. വാവ എന്ന് പറയുന്ന ഈ വാവയാണ് കേട്ടോ. അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് WAWA. അത് ഇവിടുത്തെ ഒരു ഷോപ്പാണ്. അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒഹായോയിലൊന്നും ഇല്ലായിരുന്നു. എനിവേ ഇവിടുത്തെ ഈ വാവയിൽ ഞങ്ങൾ ഒരിക്കലും വന്നിട്ടില്ല. ഒരു വാവയിലും ഞാൻ ഒരിക്കലും പോയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇവിടെ കൊച്ചുവിന്റെ കാറ്റഗിസം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ ഇയർ എൻഡ് ആയപ്പോൾ ഒരു ഗിഫ്റ്റ് കാർഡ് തന്നിട്ടുണ്ടായിരുന്നു. അത് 1 വർഷത്തിന് 1.5 വർഷം ഒക്കെ കഴിഞ്ഞു. അപ്പൊ അത് ഇതുവരെ ഞാൻ യൂസ് ചെയ്തില്ല. വലിയ പൈസ ഒന്നുമില്ല, $5 ഉള്ളൂ. അപ്പം ആ കാർഡുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എനിവേ ഈ ഒരു സംഭവം നമ്മൾ രണ്ടും മേടിച്ചു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. ചൂടത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ബിക്കോസ് അതിനകത്ത് ഓൾറെഡി $5 ഉണ്ടായിരുന്നു. $5 സാധനം നമ്മൾ രണ്ടും മേടിച്ചു. അത് ഫിനിഷായി. ഇനിയിപ്പോൾ അതിനകത്ത് മണി ഇല്ല. അതിൽ അങ്ങനെ ഇടുന്ന നമ്മുടെ കാർഡ് കാണിച്ചാൽ പോരെ. വാവ കാർഡിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് നമുക്ക് കാർഡുണ്ടായിരുന്നു, നമ്മൾ അത് കൊടുത്ത് മേടിച്ച്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ബാർഗെയിൻ മാർക്കറ്റിൽ പോവാണ്. ഇപ്പം ബാർഗെയിൻ മാർക്കറ്റ് നിങ്ങൾക്ക് നല്ല പരിചയം കാണുമല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ടുണ്ട്. അല്ല, നമുക്ക് സാധനം മേടിക്കാറുണ്ട്. ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും പോർക്കുമാണ്. പക്ഷേ അതിലൊരു കോമ്പിനേഷൻ ഒരു പ്രശ്നമുണ്ട്. കപ്പയും പോർക്കും കാർബോഹൈഡ്രേറ്റ് ആയി, പ്രോട്ടീനായി, പക്ഷേ നമുക്ക് വെജിറ്റബിൾസ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഗ്രീൻ ലീവ്സ് ആണ് കഴിക്കാൻ വരുന്നത്. അപ്പം ബാർഗെയിൻ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഗ്രീൻ കെയിലോ സ്പിനാഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. പിന്നെ എനിക്ക് ഉള്ളി മേടിക്കണം. അപ്പോൾ നേരെ ഇനി നമ്മൾ ബാർഗെയിൻ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. വാവയിൽ മേടിച്ച എൻ്റെ ഡ്രിങ്ക് ഇതിന് എന്താ വെച്ചാൽ ഐസി എന്നല്ല പറയുന്നത്. ദിസ് ഇസ് ഐസി. അപ്പോൾ ഈ സമ്മറിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല സാധനമാണ് കേട്ടോ. നമ്മുടെ ഇങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ ഐസിൻ്റെ തരിയാണ്. അപ്പോൾ ഞാനും കുച്ചും കൂടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകണം. കുച്ചുവിൻ്റെ സാധനം എന്താ റാസ്ബെറി അല്ലേ. അപ്പോൾ കുച്ചുവിൻ്റെ സാധനം തരൂ, ഇത് കുച്ചുവിന് കൊടുക്കുക. ഈ ബ്ലൂ ഡ്രിങ്ക്. അപ്പം ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യട്ടെ ഇനി. കുച്ചുവിൻ്റെ ഇതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. Can I have it? No, I don't like it. I don't like it. I just എൻ്റെ വാവ കാർഡ് $5 ആയിരുന്നു. നോ പ്രോബ്ലം. എൻ്റെ വാവ കാർഡ് $5 ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. കറക്റ്റ് $5 നമുക്ക് ഈ 2 ജ്യൂസ് മേടിക്കാൻ പറ്റി. ജ്യൂസ് അല്ല, ഐസി അല്ലേ. I like this Wawa. Then I think the coffee also നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഫ്രണ്ട് എപ്പോഴും വാവയിൽ കോഫി മേടിച്ചിട്ട് വരുമായിരുന്നു. ഐ തിങ്ക് കോഫി ഈസ് ഓൾസോ ഗുഡ്. നിന്റെ കഴിഞ്ഞോ? എൻ്റെ കഴിഞ്ഞിട്ടില്ല. ലെറ്റ്സ് സീ. നിന്റെ കാണിച്ച എന്തെങ്കിലും ഉണ്ടെന്ന്. here. അമ്മയുടെ I don't like it that much. എന്താ തീർന്നല്ലോ അതിന് ലൈക്ക് ചെയ്യാതിരിക്കാനായിട്ട്. Yeah, there's more. He'll be very hot ആവുച്ചു. അവന് പുറത്ത് അപ്പടി ഹോട്ടായിരിക്കും. Don't take him. Then I'll stay with him. Let him sleep. അവനോട് സ്ലീപ്പ് ചെയ്യാൻ പറ. Company sleep. അവനോട് സ്ലീപ്പ് ചെയ്യാൻ പറ ഉച്ചി. എനിക്ക് 2-3 സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിക്കാവുള്ളൂ. വെളുത്തുള്ളി, കെയില്, പിന്നെ ഉള്ളി, അത്രയും മേടിച്ചുള്ളൂ. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. ഒറ്റ ഓട്ടോ ആയിരുന്നു. അല്ലെങ്കിൽ കുച്ചുവിന് അത് വേണം, എനിക്കിത് വേണം എന്നൊക്കെ തോന്നും. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. See Ben in a while. ഐ ഓൾസോ. ബെൻ അവിടെ പോയി. ബെൻ സമ്മർ ക്യാമ്പിൽ പോയില്ലേ. കുച്ചു ജ്യൂസ് കുച്ചു എടുക്കോ? ബാക്കി സാധനങ്ങൾ അമ്മ എടുക്കാം. അമ്മയുടെ ജ്യൂസും കൂടെ പിടിക്കാവോ? Yeah, trash it. ഇത് ഇതിനകത്ത് കുറച്ചുകൂടെ ഉണ്ട്. ട്രാഷ് ചെയ്യണ്ട. ഓക്കെ, നിന്റെ ഫിനിഷായി ട്രാഷ് ചെയ്തിട്ട് വാ. എന്നിട്ട് ഇത് പിടിക്കുക. എന്നിട്ട് അമ്മ ബാക്കി വെജിറ്റബിൾസ് ഒക്കെ അമ്മ എടുക്കാം. ഓക്കെ. അവനെ കൊണ്ട് വീട്ടിൽ വെക്കാം. അവനോട് സ്ലീപ്പ് ചെയ്യാൻ പറ. ഒന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി എണ്ണത്തിന്റെ കാര്യം. അപ്പൊ നമ്മള് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പോപ്കോൺ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് വേറെ പ്ലേറ്റിനകത്തൊന്നും ആക്കണ്ട. ഈ കവറിൽ തന്നെ വെച്ചൊന്ന് ചെയ്താൽ മതി കേട്ടോ. ഉച്ച അതുണ്ടാക്കാം. ഡയറക്ട്ലി 1 മിനിറ്റ് വെച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മുടെ കപ്പ, പോർക്ക്, കെയില് ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ സമയമുണ്ടല്ലോ 1:15. ഏകദേശം ഒരു 2 മണി ഒക്കെ ആകുമ്പോഴത്തേനും നമുക്കിത് തീർക്കാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് എന്താന്ന് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് എന്താന്ന് നോക്കാം.
ഞാൻ ഈ കപ്പ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. 3-4 ദിവസമായി. കപ്പ എനിക്ക് പേടിയാ. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വ്ളോഗിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, കപ്പ മൊത്തം ഓൾറെഡി മേടിച്ചോണ്ട് വന്നപ്പോഴേ അത് കേടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് കപ്പ മേടിക്കുന്ന പരിപാടി നിർത്തി. എൻ്റെ മനസ്സും എടുത്തു. 2 പീസ് കപ്പ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം ഫുൾ കേടാണ്. ഒരു പകുതി കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്, ഞാൻ സെപ്പറേറ്റ് കപ്പ കേല് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണം. കപ്പയും പോർക്കും കറി വെച്ചിട്ട്, കപ്പയും പോർക്കും കറി വെച്ചും കേലും എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു പ്രത്യേകതരം ഒരു കറിയാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. കപ്പ വേവിച്ചു, പോർക്ക് വേവിച്ചു, കേൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇവരെ 3 പേരെയും കൂടെ മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ. കപ്പയായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ കേലും കൂടി ഇടാം. അപ്പം ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പം ഇതൊന്ന് വെള്ളമയത്തിൽ കേയിലൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരും. മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പം ഇതെങ്ങനെ ഉണ്ടെന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ട് അവസാനം പറയാം. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ ഇപ്പം എനിക്ക് എന്ത് വെക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ഞാൻ എന്ത് വെച്ചാലും വിപിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിക്കും. വിപിൻ അങ്ങനെ ഭയങ്കര ടേസ്റ്റ് നോക്കുന്ന ആളല്ല. അത് കാരണം തന്നെ എനിക്ക് ഏത് രീതിയിലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഭയങ്കര ഫ്രീഡം ഉണ്ട്. പിന്നെ ഇവിടെ ടേസ്റ്റ് നോക്കുന്ന 2 ആൾക്കാർ ഞാനും കുച്ചുവാണ്. കുച്ചുവിനെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഫുഡല്ലേ, ഇപ്പം എത്ര കുളത്തിനെങ്കിലും ഞാൻ കഴിച്ചില്ലേ പറ്റത്തുള്ളൂ. അത് കാരണം എനിക്കൊരു കംപ്ലീറ്റ് ഫ്രീഡം ഉള്ള കാരണം ഞാൻ ഇങ്ങനെ പല രീതിയിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാറുണ്ട്. ബ്രയൻ വാണ്ട് ചിക്കൻ? ബ്രയൻ ഉറങ്ങിയോ? ബ്രയൻ ഉറങ്ങിയോ? സംഭവം നല്ലതാണ്. അപ്പൊ ഞാനൊന്ന് ഒരു എണ്ണ മൂപ്പിച്ച് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് ഒരു ഫ്ലേവർഫുൾ ആക്കാന്ന് വിചാരിച്ചു. 5 more minutes കുച്ചു. ഓക്കേ കുച്ചുവേ, TV ഓഫ് ചെയ്തിട്ട് പോരെ. അമ്മ ഈ പാത്രം ഇപ്പൊ കഴിയും. നമുക്കിത് വെച്ചിട്ട് സെറ്റാക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു മലയാളി വൽക്കരിച്ച ഒരു സൂപ്പാണിത്. ഇത് നമ്മളങ്ങ് കഴിക്കുക. ഇതിനിപ്പോൾ വേറെ ഒന്നും വേണ്ട. കാർബോഹൈഡ്രേറ്റിന് കപ്പയുണ്ട്, പ്രോട്ടീന് പോർക്കുണ്ട്, ആൻഡ് വി ഹാവ് കെയിൽ ഓൾസോ, റൈറ്റ്? Yummy? Okay, so this is a tree. It does. ചൂട് വരും. I know. Okay, well, you need to make sure to bring. കുച്ചുവിന് ഫുഡ് കൊടുത്തു. കുച്ചു കഴിച്ചു, നല്ല തൃപ്തിയായിട്ട് കഴിച്ചു. സംഭവം നല്ലതാണ് കേട്ടോ. ബേസിക്കലി കപ്പ ബിരിയാണി, അതിൽ ഞാൻ ഈ കേലും കൂടി ഇട്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ കേല് സെപ്പറേറ്റ് ആണ് കറി വെക്കുന്നതെങ്കിൽ ഞാൻ ഇവനെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് കുറേ കഷ്ടപ്പെടും. അവൻ കഴിക്കത്തില്ല. ഇതാകുമ്പം ഇത് കൊടുത്തപ്പം കേല് ഇതിനകത്ത് കിടക്കുന്നുണ്ടെന്ന് പോലും അവൻ അറിഞ്ഞില്ല. ഫുള്ളും അവൻ കഴിച്ചു. കുറേ കേല് അവൻ്റെ വയറ്റിൽ പോയി, അവനൊന്നും അറിയാണ്ട്. ഞാനിവിടെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ പുറകിലത്തെ വലിയ ആൾ കുണ്ടു പെട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചുമ്മാ. അപ്പം ശരി കഴിച്ച് ഞാനത് കഴിക്കട്ടെ, എന്നിട്ട് പിന്നെ കാണാം. ഇപ്പം എൻ്റെ റെസ്റ്റിംഗ് ടൈമാണ്. ഇനി ഒരു 30 മിനിറ്റ്സ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ കുച്ചു അമ്മയ്ക്ക് പോപ്കോൺ ഉണ്ടാക്കി തരും അല്ലേ? ഉണ്ടാക്കി തരാ പോപ്കോൺ. ചെല്ലു കുച്ചു. അപ്പോൾ കുച്ചു പോപ്കോൺ ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പം ഞാനത് കഴിക്കും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ എനിക്ക് നടക്കാൻ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ ആ കടുങ്കൈ ചെയ്യുന്നില്ല. എത്ര മിനിറ്റ് വെച്ച കുച്ചു? ഉറപ്പാണ് 2 ആന്ന്. 3 മിനിറ്റ്സ് ആയത് കഴിഞ്ഞു പോകും. 2 മിനിറ്റ്സ് ഈസ് കറക്റ്റ്. ഓക്കെ. അപ്പോൾ കുച്ചു എനിക്ക് പോപ്കോൺ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് ഞാൻ പോപ്കോൺ എന്നറിയത്തില്ല. കുച്ചു എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. അല്ലേ കുച്ചുബി? കുച്ചുവിൻ്റെ കൈ അങ്ങ് വെച്ചാൽ മതി. കുച്ചു അമ്മയ്ക്ക് എന്തൊക്കെ ഉണ്ടാക്കി തരാറ്? കുച്ചുവിന് 3 സാധനം ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. ലൈം ജ്യൂസും, സണ്ണി സൈഡ് എഗ്ഗും, പോപ്കോണ്, പിന്നെന്താ കുച്ചു? ബോയിൽഡ് എഗ്. പിന്നെന്താ? അത്രയല്ലേ അറിയത്തുള്ളൂ. ടോസ്റ്റ്.
പിന്നെ Nutella bread. ന്യൂട്രല്ല ബ്രെഡ് പിന്നെന്താ അങ്ങനെ ഒരു വലിയൊരു ഷെഫാണ് ഇവിടെ വളർന്നു വരുന്നത്. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുച്ചുവിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ സെറ്റാക്കിയല്ലോ, അതുപോലെ ഇനിയിപ്പോൾ എൻ്റെ സെറ്റ് അല്ല എൻ്റെ ഡ്രസ്സ് ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് മാറ്റാൻ പോകണം. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് പതുക്കെ ഉറക്കം വന്ന് തുടങ്ങുന്നുണ്ട്. എനിക്ക് ഉറങ്ങാൻ ഇഷ്ടമല്ല. എനിക്ക് പകൽ ഉറങ്ങാൻ എനിക്കൊരു പ്രത്യേകതരം ഒരു മനസ്സിനൊരു സുഖമില്ലായ്മ വരും. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാണിച്ച് എൻ്റെ ഉറക്കം മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കുമായിരുന്നു. എനിക്ക് മടിയായി. ഇത്ര എടുത്തപ്പോഴത്തേനും എൻ്റെ വ്ളോഗിൻ്റെ ഒരു തൊരയങ്ങ് തീർന്നു. അപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് ഡേ അടുത്ത വ്ളോഗുമായിട്ട് വരാം. അപ്പോൾ നിങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കും. അതല്ല, എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എൻ്റെ സാറിന് എൻ്റെ വ്ളോഗൊക്കെ ഞാൻ 20 മിനിറ്റിലൊക്കെ വെച്ച് മാക്സിമം നിർത്തും. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടത്തില്ലയോ, എൻ്റെ വ്ളോഗ് ബോറടിക്കുമോ എന്നൊക്കെ ഉള്ള എൻ്റെ ഒരു പേടി കാരണം. അപ്പോൾ അതല്ല, നിങ്ങൾക്കൊരു 30 മിനിറ്റ്സ് ഒക്കെ വ്ളോഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ. ടാറ്റ ബൈ ബൈ, യു ആർ ടേക്ക് കെയർ ബൈ. അപ്പോൾ എൻ്റെ കുച്ചുപ്പി ഉണ്ടാക്കി തന്ന പോപ്കോൺ ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്.